ഫ്ലാഷ് ബാക്ക്. അതാരൊക്കെയാ വർഗീസേ? പുറത്തൊരു കൂട്ടം തന്നെ ഉണ്ടല്ലോ. ഉണ്ടാക്കും ഉണ്ടാക്കും പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കും. എന്താണോ ബഹളം? പ്രൈം മിനിസ്റ്റർ എത്തി. ഇതിലും ഭേദം അങ്ങേര് വരുന്നതായിരുന്നു. ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. ഉണ്ടാക്കും ഉണ്ടാക്കും പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കും. എന്താടാ ലോറൻസേ? എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താണ് ലോറൻസ് എന്ന പ്രശ്നം? റിയാസ് ഖാന്റെ സീൻസ് എന്ന് പറയുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് സീൻസ് ആണ്. അപ്പൊ അത് ഉണ്ണിയുടെ വേറൊരു ഗെറ്റപ്പാണ് ആ സിനിമയില്. കേട്ടല്ലോ, OTT-യിൽ കാണാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. OTT കാണാൻ റിയാസ് ഖാന്റെ പോർഷനാണ് OTT-യിൽ കാണാമെന്ന് പറഞ്ഞത്. OTT കാണാൻ റിയാസ് ഖാന്റെ പോർഷനാണ് OTT-യിൽ കാണാമെന്ന് പറഞ്ഞത്. എവിടെ? എവിടെ? നടപ്പില്ല. ഇല്ലേ? ഇല്ല, നടപ്പില്ല. ഇത് ചതിയാണ്, കൊടും ചതി. ഇതിന് സമാധാനം പറയിപ്പിക്കാതെ ഗംഗാധരനോട് പോവില്ല. ഉണ്ടാക്കും ഉണ്ടാക്കും പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കും. ഉണ്ടാക്കും ഉണ്ടാക്കും പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കും. മനുഷ്യൻ ഇവിടെ സ്വസ്ഥതയില്ലാതെ നിൽക്കുമ്പോൾ അവര് പോകുന്ന മട്ടില്ല. എന്തോ ചെയ്യുമെന്ന് പറ. എനിക്ക് അവനൊന്ന് കാണണം. എനിക്ക് തിരക്കില്ല, കണ്ടിട്ടേ പോകുന്നുള്ളൂ. നിന്റെ തിരുവിഷ്ട അതാണെങ്കിൽ അതങ്ങ് നിറവേറട്ടെ. ഐ പ്രസന്റ് യു. അല്ലെങ്കിൽ വേണ്ട. സീ ഫോർ യുവർ സെൽഫ്. തോർക്കണം. എന്താ പറ്റിയേ? ആരും എത്തി പിടിച്ച ബസ്സിൽ വെച്ച ഇതെന്താ ഇങ്ങനെ? എങ്ങനെ? എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ആരും എത്തി പിടിച്ച ബസ്സിൽ വെച്ച ആരാലും ഞാൻ വിടില്ല. ഞാൻ പറയാം, വേഗം പറയൂ. അത് അവരെ പോലീസ് കൊണ്ടുപോയി. പോലീസ് കൊണ്ടുപോയോ? അതെങ്ങനെ ശരിയാവാ? വണ്ടി കയറ. മാർക്കോ, ഈ കേസ് ഞാൻ തീരുമാനം ഉണ്ടാക്കും. ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടത്? പിന്നെ ഈ മയിൽപ്പീലികളെ ഞാൻ മാജിസ്ട്രേറ്റിന് അടുത്ത് കൊണ്ടുപോകും. അവർ ജാമ്യത്തിൽ പോട്ടെ. ഇതൊന്നും അത്ര വലിയ തെറ്റല്ലല്ലോ മോളെ. പറഞ്ഞൊരു ഷോണ ലുക്കുണ്ട്. പിന്നെ ചെക്കന്റെ സ്വഭാവം കേട്ടിടത്തോളം അടിയായിരുന്നു ഇങ്ങനെ ടൈപ്പാ. വലിയ സമയം പിടിക്കില്ല. മോളുടെ വീട്ടില് 2 വീലറും 4 വീലറും ഉള്ളതല്ലേ, പിന്നെ എന്തിനങ്ങനെ ബസ്സിൽ കയറി അള്ളി പിടിച്ചോണ്ട് പോണത്? ഇപ്പോഴത്തെ പിള്ളേർ ഒരു തമാശകളെ. ഇതൊന്നും വലിയ ഇഷ്യൂ ആക്കണ്ട മാർഗോ. അവന്റെ നോട്ടം കണ്ട. ഇവനെ തടയണ്ട, അയച്ചു വിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. ഇനി ചന്തി തൊട്ടതും പിടിച്ചാണ് പ്രശ്നമെങ്കിലേ മോളെ എന്നാ എന്റെ പിടിച്ചോ. എന്താ എന്നാ പിടിക്കണോ? ഇനിയും ഞാൻ കാത്തിരിക്കണം. വേണ്ട. ആദ്യം ഇവൻ ഇടിക്കും. അവനെ കറക്കണ. വല്ല കാര്യം ഒരു കാര്യമില്ല. അതാണ് മാനം പോകുന്നതിന് മുമ്പ് സ്ഥലം വിടുന്നതാ ബുദ്ധി. ഓക്കെ വെച്ചാ കാണട്ടോ. ദേ കണ്ടില്ലേ ഭീമ, ഇതാണ് ഇവിടുത്തെ അംഗം. സന്തോഷായില്ലേ? താങ്ക് യു മോനെ. നന്നായി മോനെ ഒന്നും ചെയ്യാഞ്ഞത്. മോസ്റ്റ് വെൽക്കം അമ്മേ. താങ്ക് യു. ചിലപ്പോൾ ഒന്നും ചെയ്യാതെയും ഇരിക്കൂ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ.
സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ ഇതുകൊണ്ടൊന്നും ഞാൻ തളരില്ല. അമ്മായി ഫിഷ് ഫ്രൈ.